അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വ്ളോഗിലുള്ളത്. നമ്മൾ ആക്ച്വലി ലേറ്റ് നൈറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ് ഈ ട്രിപ്പ്. നമ്മൾ ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. മൈസൂർ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലം തീരുമാനിച്ച്. അത് ആലപ്പുഴയായിരുന്നു കേട്ടോ. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോവാം. ഒരുപാട് കാലമായി പറയുന്നത് ഹൗസ് ബോട്ടിൽ പോകണം. നമ്മൾ ഫൈനലി തീരുമാനിച്ച് ഹൗസ് ബോട്ടിൽ പോകാം. ഹൗസ് ബോട്ടിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ. നമുക്കൊരു 8 മണിക്കൂറിൻ്റെ അടുത്തേക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇറങ്ങിയാലേ നമ്മൾ അപ്പം എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളൊരു 12-12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. ഈ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉറക്കിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് സ്നാക്സും ടീയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. എൻ്റെ ബ്രദർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാത്തൂനാണെങ്കിലും അനിയനാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ കുറേ കാലമായി ഞാനിങ്ങനെ പറയുമായിരുന്നു നമുക്കെല്ലാവർക്കും ഒരു ട്രിപ്പ് പോകണം. ആൻഡ് ഫൈനലി നമ്മളിപ്പോഴാണ് ആ ഒരു ടൈം ആയത് കേട്ടോ. പോകാൻ പറ്റിയൊരു ടൈം എല്ലാം കൊണ്ടും ആയി കിട്ടിയത് ഈ ഒരു സമയത്താണ്. അങ്ങനെ ആ ടൈം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശരവണ ഭവനിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഒറിജിനൽ ശരവണ ഭവൻ അല്ല കേട്ടോ. കാരണം ടേസ്റ്റിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. മസാല ദോശ അങ്ങനത്തെ കടലോ രാവിലെ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി കിട്ടുക. അപ്പോൾ നമ്മളതൊക്കെ വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുണ്ടായത്. ഈ തമിഴ്നാട്ടിൽ, കർണാടക, അവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവം അവരുടെ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും അത് പൊളിക്കും. അതേപോലെ തന്നെയായിരുന്നു ചായയും കോഫിയും ഒരു രക്ഷയുണ്ടായില്ല. നല്ല രസം ഉണ്ടായിരുന്നു. അത് മാത്രമാണ് വലിയൊരു കുഴപ്പമില്ലാന്ന് തോന്നി. ഫുഡൊക്കെ ഒരു ആവറേജ് ഫുഡായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ എന്ന് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ഫൈനലി ആലപ്പുഴ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇവിടെ കുറേ ഫിനിഷിങ് പോയിന്റ് ഉണ്ട്, കുറേ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. എന്താ പറയുന്നതെന്ന് നമുക്കൊരു പിടുത്തമുണ്ടായില്ല. പക്ഷെ നമ്മൾ ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 മണിക്കൂറിനടുത്ത് ഈ വെയിലത്ത് ചൂടത്ത് നമ്മൾ അത്യാവശ്യം നല്ലോണം നടന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷുള്ള ദിവസമായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കിട്ടിയത് എടുക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലഞ്ച് കേട്ടോ. ലഞ്ച് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. രസം ഉണ്ടായിരുന്നു, കരിമീൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര അബദ്ധമായിരുന്നു. ഒട്ടും ഹൈജീനിക് അല്ലായിരുന്നു. നമ്മുടെ റൂംസ് ആണെങ്കിലും വാഷ്റൂംസ് ആണെങ്കിലും ഇപ്പോൾ ഫ്ലോർ ആണെങ്കിൽ പോലും ഒട്ടും ഹൈജീനിക് അല്ലായിരുന്നു. നമ്മൾ കിട്ടിയത് എടുത്തതാണ്. കാരണം നമ്മൾ അത്രയും ടയേർഡായിരുന്നു. കിട്ടിയത് എടുത്ത് പോവുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ. ആലപ്പുഴയിലെന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ബോട്ട്സ് ഉണ്ട്. ലൈക്ക് ഡേ ക്രൂയിസ് ഉണ്ട്, നൈറ്റ് ക്രൂയിസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി നൈറ്റ് ക്രൂയിസ് ആണ് നോക്കിയത്. നമുക്ക് നൈറ്റ് ക്രൂയിസ് ആകുമ്പോൾ രാവിലെ ഒരു 11 ചെക്ക് ഇൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ 9 മണിയാകുമ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ചെക്കിൻ തന്നെ വന്നത് 1 മണിക്കാണ്. കാരണം നമ്മൾ തപ്പി അത്രയും ടൈമായി. അങ്ങനെ നമ്മൾ 8:30 ആയപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യും. നമുക്കാണെങ്കിലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ നമ്മൾ നല്ലോണം ചടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹൗസ് ബോട്ടിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊന്ന് വാഷ്റൂമിൽ പോകാൻ പോലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രയും അൺഹൈജീനിക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഫുഡൊന്നും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഈവനിങ് നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. അതേപോലെ നൈറ്റ് നമ്മുടെ ഡിന്നറാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഹൈജീനിക് അല്ല. നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന ഒരു സാധനമല്ല അവിടെ കിട്ടിയത്. അതിൽ ഞങ്ങൾ നല്ലോണം ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെ ചൂട്, അതിപ്പോൾ ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല. പലരും പല ഭാഗത്തുനിന്ന് കാണുന്നവരുണ്ട്. അപ്പോൾ എനിക്കറിയാം ചൂട് പലർക്കും പല രീതിയിലാണ്. പക്ഷെ നമ്മൾ വയനാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് തീരെ സഹിക്കാനാവുന്നില്ല. നമുക്ക് എ സി വരുന്നത് രാത്രി 8 to രാവിലെ 6 മണി വരെ, അത്രയേ ഉള്ളൂ. അത്രയും നേരം നമ്മൾ ഈ ചൂടത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല, വലിയൊരു ടാസ്ക് തന്നെയാണ്. കായലാണെങ്കിൽ കൂടി നമുക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതെല്ലാം ഇങ്ങനെ സഹിച്ച് നിൽക്കായിരുന്നു. നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള ലെവലിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നമ്മൾ കാർഡില്ലേ, കാർഡ്സ് കളിക്കാനും നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ടൈം പോയി കിട്ടാൻ വേണ്ടി കളിക്കാറ്. നമ്മൾ നല്ലോണം ബോറടിച്ച് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ആ ഒരു ടൈം നീക്കി കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആക്ച്വലി 2 night 3 days ആണ് നമ്മളെ ട്രിപ്പ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ മാത്രമാണ് നമുക്ക് ആലപ്പുഴ. നാളെ നമ്മൾ കൊച്ചിയാണ് സ്റ്റേ കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇതിനെ ഞങ്ങൾ മറച്ച് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടിപൊളി സ്റ്റേ ആയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.